ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം. ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നോക്കിയാ സിനിമാ മേഖലകളിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? അങ്ങനെ എന്തോ പഴുന്നില്ലേ? എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിപ്പോൾ നമ്മളെ 2016-17 നമ്മളെ നടിയെ ആക്രമിച്ച സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായൊരു സംഭവമാണ് നടിയെ ആക്രമിച്ച സംഭവം. അപ്പോൾ അതിന് ശേഷം ഒരു സിനിമാ മേഖലയിൽ തന്നെ കുറച്ച് നടിമാർ കൂടിയിട്ട് ഉണ്ടാക്കിയൊരു സംഘടനയാണ് WCC എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മളെ ഈ ഒരു സിനിമാ മേഖലയിൽ, അതായത് പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നമ്മളെ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിലൊരു റിപ്പോർട്ട്, ആ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളെ കാലങ്ങളായിട്ടിപ്പോൾ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതിനിടയിൽ സിനിമാ നടികൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം പാടെ കൂട്ടി യോജിപ്പിച്ച്, അതേമാതിരി തന്നെ കുറേ സിനിമാ നടന്മാർക്ക്, അത് ഏത് നടന്മാരാണ് എന്താണെന്നൊന്നും ഇപ്പോൾ പേരൊന്നും പുറത്ത് വിട്ടിട്ടൊന്നുമില്ല, അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നതും പിന്നെ അതേമാതിരി തന്നെ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് സിനിമ ഷൂട്ടിങ്ങിനിടയിൽ വന്നതും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ കുറിച്ചിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നല്ല ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളെ ഈ ഒരു കമ്മിറ്റിയിൽ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മളെ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ടോം ചാക്കോനോട് കുറച്ച് ഒരു മാധ്യമ പ്രവർത്തകർ, റിപ്പോർട്ടർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ ചോദിക്കുന്ന ഒരു വിഡ്ഢിയാണ്, ഒരു പൊട്ടനാണ്. കാരണം എന്താ വെച്ചാൽ ആ ചോദ്യത്തിൽ വേണ്ട ഒരു വ്യക്തത, അല്ലെങ്കിൽ ചോദിക്കുന്നത് എന്താണെന്നുള്ളത് ആ ചോദിക്കുന്ന ആൾക്കും കൂടി വേണം കുറച്ച് വിവേകം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ടോം ചാക്കോനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക. അതായത് ഈ ലഹരി ഉപയോഗിക്കുന്ന, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആ ഒരു മാധ്യമപ്രവർത്തകൻ ടോം ചാക്കോനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ടോം ചാക്കോ തിരിച്ചും ചോദിക്കുന്നത്, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഡ്രഗ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകർക്ക് പറയാൻ കുറച്ച് വാക്കുകളില്ല, എന്താ സംഭവം എങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ മാധ്യമപ്രവർത്തകൻ പറയണത് മയക്കുമരുന്ന് അതാണ് ഡ്രഗ്സ്, ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്, അല്ലാതെ ഈ മദ്യത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സിഗരറ്റിനെ കുറിച്ചിട്ടോ ഒന്നല്ല ചോദിക്കണമെന്നാണ് ഈ മാധ്യമപ്രവർത്തകൻ പറയുന്നത്. ഈ മാധ്യമപ്രവർത്തകർ ടോം ചാക്കോനോട് ഈ ഒരു ഡ്രഗ്സിനെ കുറിച്ചിട്ട് പറയണതും അതിനെതിരെ ടോം ചാക്കോ മറുപടി പറയണതും നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഞാൻ അടിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആരോടെങ്കിലും? നിങ്ങൾ തന്നെ പറയണു നമ്മൾ അതടിക്കുന്നു ഇതടിക്കുന്നു അല്ലേ? ഈ നാട്ടിലെ വിവരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ചോദിച്ചാൽ എപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്? നിങ്ങളെപ്പോഴും അറിഞ്ഞത്? നമ്മൾ പണ്ട് ജനിച്ചു പോകുന്ന കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് കലാകാരന്മാരാണ് അവൻ അടിച്ച് കൂത്താടി നടക്കുന്നവനാണെന്നല്ലേ? കലാകാരന്മാർ അടിക്കുന്ന കാര്യം പുതുമയുള്ള കാര്യമാണോ? ആണോന്ന് എന്ത് ലഹരിയാണെങ്കിലും അല്ലേ? നിങ്ങളെന്താ ഒന്നും പറയുക, ഞാനൊന്നും പറയില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിൽക്കരുത് എന്റെ മുന്നിൽ, ഒന്നും അറിയാത്ത പോലെ, മനസ്സിലായ? എന്തെങ്കിലും ചോദിച്ചാ നിങ്ങൾ കൂടി പറയാൻ നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീ ഒരു അങ്ങനെ അതിക്രമങ്ങൾക്ക് നേരിടുമ്പോൾ ആ സ്ത്രീ തന്നെയാണ് ആദ്യം പോരാടേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ? ഞാൻ എല്ലാവരുടെ ഒപ്പമാണ്. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും. കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനാണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം? മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? സിഗരറ്റും ഡ്രിങ്ക്സും വേസ്റ്റ് ഡ്രഗ്സ്. അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ. സോ ചോദ്യം ഇതാണെന്നല്ല. അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ
മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും. മയക്കുമരുന്നാണ്, അല്ലാതെ ആൽക്കഹോൾ അല്ല ഡ്രഗ്സ് എന്ന് പറയുന്നത്. മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. താങ്കൾ അങ്ങനെയുള്ള വാക്യാർത്ഥത്തിൽ അതിനെന്താ ഞാൻ പറയണ്ടപ്പോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഈ ഷെയിം ടോഞ്ചൊക്കെ പറയുന്നതൊക്കെ ശരിയല്ലേ എന്നുള്ളത്. ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെയാണ് ഷെയിം ടോഞ്ചൊക്കെ പറയുന്നത്. കാരണം ഈ ഒരു ഡ്രഗ്സിൻ്റെ കാര്യം ഇപ്പോൾ സിനിമാ നടികൾക്കെതിരെയൊക്കെ ആയിട്ട് ഈ പ്രവർത്തിക്കുമ്പോഴും ചില നടന്മാരൊക്കെ ഈ മദ്യപിച്ചിട്ടും ഈ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുന്നത്. പിന്നെ പോരാത്തതിന് ഈ സിനിമ ഷൂട്ടിങ്ങിനിടയിലൊക്കെ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ന്യൂസ് ചാനലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടർ, അതായത് ഈ ഒരു മാധ്യമപ്രവർത്തകൻ ഷെയിം ടോജാക്കോനോട് ചോദിച്ചപ്പോൾ ഷെയിം ടോജാക്ക വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനിത് ഉപയോഗിക്കണതിന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളൊക്കെ തന്നെയാണ് ഞാൻ. പക്ഷേ ഞാൻ ഇന്നേ വരെ ആർക്കൊരു ഉപദ്രവവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടുക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പോഴും ഈ ഡ്രഗ്സിനെ കുറിച്ച് ഡ്രഗ്സ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഷെയിം ടോജാക്ക വ്യക്തമാക്കി പറഞ്ഞു. കാരണം നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് എന്തിലൊക്കെയാണ് അതെ ഏതൊക്കെ സംഭവങ്ങളാണ് ഡ്രഗ്സിൽ വരുന്നത് എന്നൊക്കെ. അപ്പോൾ ശരി തന്നെയാണ്, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് ഫസ്റ്റ് വരുന്നത് എന്താണ്? മദ്യം തന്നെയാണ്. മദ്യം തന്നെയാണ് ഡ്രഗ്സിൻ്റെ വരുന്നത്. കാരണം ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ആളെ മയക്കണ സാധനം അതല്ലേ. എൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലാകണത് തന്നെയാണ്, മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ആളെ മയക്കണ സാധനം അത് തന്നെയാണ് ഡ്രഗ്സ്. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും മദ്യം തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മദ്യവും സിഗരറ്റും അതൊന്നും അല്ലാതെ മറ്റുള്ള സാധനങ്ങൾ ഒഴിവാക്കണം. അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒന്നും ഇവിടെ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഷെയിം ടോജാക്ക പറയണമാര് ഒഴിവാക്കുമ്പോൾ എല്ലാതും ഒഴിവാക്കണം. മദ്യം ഒഴിവാക്കണം, പിന്നെ അതേപോലെ സിഗരറ്റ് ഒഴിവാക്കണം. ഈ മദ്യത്തിന് എന്താണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കണു, അതേപോലെ സിഗരറ്റിന് സർക്കാർ പ്രോത്സാഹിപ്പിക്കണു. പിന്നെ ഇപ്പം എന്താ ബാക്കിയുള്ളതിനെ മയക്കുമരുന്നിനെ മാത്രം എന്ത് ചെയ്യണം ഇങ്ങനെ തഴയണാണ് ഷെയിം ടോജാക്ക പറയണത്. അപ്പോൾ ആ പറയണതിലും ശരിയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറയണത് ഇപ്പോൾ ഷെയിം ടോജാക്കനെ ന്യായീകരിച്ച് പറയുകയൊന്നുമല്ല ചെയ്യുന്നത്. ഈ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിനുള്ളത് ഷെയിം ടോജാക്ക കൊടുത്ത മറുപടിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും നല്ലത് തന്നെയാണ്. നമ്മൾ മദ്യമാണെങ്കിലും സിഗരറ്റ് ആണെങ്കിലും പിന്നെ ബാക്കിയുള്ള എന്ത് കാര്യം ഡ്രഗ്സിൽ പെടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാതിരിക്കാനേ നല്ലത്. കാരണം അത് മനുഷ്യനെ കൊല്ലുന്ന സാധനം തന്നെയാണ്. അല്ലാതെ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുക കാര്യങ്ങളൊന്നും ചെയ്യുമെന്നല്ല. നല്ലത് എന്താണ്? ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാരണം മയക്കുമരുന്ന് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മയക്കുമരുന്ന് ആളെ മയക്കണത് അതിൽ തന്നെ പറയണ്ടല്ലോ, ആളെ മയക്കണ സാധനമാണ് ഈ മയക്കുമരുന്നുകൾ. അപ്പോൾ ആരും എന്താണ് അത് ഉപയോഗിക്കാതിരിക്കുക. അത്ര ഉള്ളപ്പോൾ എനിക്ക് പറയാനുള്ളത്.